ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മൾ മൂന്നാമത്തെ ടൂറിസ്റ്റ് പ്ലേസിലേക്കും കൂടിയാണ് പോകുന്നത് കേട്ടോ. അവിടേക്ക് നമ്മൾ ട്രെക്കിൽ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് ദൂരം ട്രെക്കിൽ യാത്ര ചെയ്യാനുണ്ട്. അധികം ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഈ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര് ഇലവീഴ പൂഞ്ചിറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണ്. കാരണം ഈ ഒരു പേരിൽ ഒരു ഫിലിമുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു നല്ല ഫിലിം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനും ഇവിടെ തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്തേണ്ടത് 10 മണിക്ക് മുമ്പായിട്ട് എത്തിയാൽ വെയിലധികം കൊള്ളാതെ നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് പോരാനായിട്ട് കഴിയുള്ളൂ. 10 മണിക്ക് ശേഷം പോയാൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ 10 മണിക്ക് ശേഷമാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ ട്രക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ കൂട്ടത്തിലുള്ള എല്ലാവരും ടോപ്പ് ഹിൽസിലേക്ക് പോയിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറ എന്ന് ഇതിന് പേര് കിട്ടാൻ കാരണം ഇവിടെ ഒരു മരമോ അതുപോലെ ഇല പൊഴിക്കാനുള്ള ഒരു മരമോ ഒന്നുമില്ല. അപ്പോൾ മരം ഉണ്ടെങ്കിലല്ലേ ഇല വീഴുകയുള്ളൂ. അങ്ങനെ ഇല പൊഴിക്കാനുള്ള ഒരു മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഒരു പേര് ലഭിക്കാൻ കാരണം. സാധാരണ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 3200 അടി ടോപ്പിലാണ് ഈ ഒരു ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ ഒരു പൂഞ്ചിറയുണ്ട്. അതിലാണ് പണ്ട് കാലത്ത് നമ്മുടെ പാഞ്ചാലി കുളിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പൂഞ്ചിറ എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പ് ഹിൽസിലായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് സൺറൈസും സൺസെറ്റും ആസ്വദിക്കാനായിട്ട് കഴിയുന്ന ഒരിടമാണ് കേട്ടോ ഈ ഒരു ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം. അത്രയും ഹൈറ്റിലാണല്ലോ ഈ ഒരു ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന ഫിലിമിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ ഇവർ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാത്രമേ ആ ടോപ്പിലേക്ക് കയറാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ആകെ ആകെ വെയിലും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 1-2 പേര് ഇവിടെ തന്നെ തമ്പടിച്ച് നിന്നു. ബാക്കി ഞങ്ങളെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം 10 മണിക്ക് മുമ്പായിട്ട്, വെയിൽ ഉദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങോട്ട് പോയാൽ വളരെ നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് കണ്ടിറങ്ങി പോരാനായിട്ട് സാധിക്കും. ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഇലവീഴ പൂഞ്ചിറ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് പാഞ്ചാലി കുളിക്കാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഇലവീഴ പൂഞ്ചിറ ദേവന്മാരുടെ ശല്യം കാരണം അവർക്ക് കുളിക്കാനുള്ള സ്വകാര്യത നഷ്ടപ്പെട്ടെന്ന് വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ ഇതിനു ചുറ്റും 3 മലകൾ സൃഷ്ടിച്ചതെന്നും ആ 3 മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഇലവീഴ പൂഞ്ചിറ എന്നുമാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഇല പോലും വീഴുകയില്ലെന്നും അതിനാൽ ഇതിന് പേര് ഇലവീഴ പൂഞ്ചിറ എന്നുമാണ് ഒരു ഐതിഹ്യമായിട്ട് നമ്മൾ കണക്കാക്കി പോരുന്നത്. അതായത് ഹിന്ദു ഐതിഹ്യം അനുസരിച്ച്.